ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, നേരം വെളുത്തിട്ട് പോലും നേരം വെളുക്കുന്നതിന് മുമ്പ് നമ്മൾ ചെറിയൊരു യാത്രയിലേക്ക് ഇറങ്ങുകയാണ്. നമ്മളിപ്പോൾ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലാണ്. അങ്ങാടിപ്പുറം എന്നുള്ള ബോർഡൊക്കെ അവർ മാറ്റി, കാരണം മറ്റേ അമൃത് ഭാരത് സ്റ്റേഷൻ വർക്ക് നടക്കുന്നുണ്ട്. നമ്മൾ എങ്ങോട്ടാണ് യാത്ര? ആദ്യം പറയട്ടെ, ഇതൊരു ലോങ് യാത്രയൊന്നും അല്ല. ഞാനിവിടുന്ന് ഷൊർണൂർ വരെ പോകുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. ജസ്റ്റ് അങ്ങാടിപ്പുറം ടു ഷൊർണൂരാണ് ഞാൻ പോകുന്നത്. അങ്ങനെ യാത്ര പോകുന്നൊരു കാരണമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നിലമ്പൂർ ലൈനിൽ ആദ്യമായിട്ട് മെമു ട്രയൽ ഓടുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ 5:30 നിലമ്പൂരിൽ നിന്ന് പുറപ്പെട്ട പാസഞ്ചർ ട്രെയിനിൽ നിന്ന് മെമു റേക്ക് ഉപയോഗിച്ചാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ മെമുവിലുള്ളൊരു യാത്രാ എക്സ്പീരിയൻസിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. അങ്ങാടിപ്പുറം സ്റ്റേഷൻ്റെ ഡെവലപ്മെൻറ്റ് ഈ ഘട്ടം വരെ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചിട്ടില്ല. ഇതൊന്ന് ചടപടയെന്ന് കാണിച്ചു തരാം. വെളിച്ചം വളരെ കുറവാണ്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ കുറച്ചും കൂടി ക്ലിയറായിട്ട് ഞാൻ കാണിച്ചു തരാം. നമുക്കത് ഉള്ളിലേക്ക് പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് വളരെ പെട്ടെന്ന് ട്രെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് പോകാം. അപ്പോൾ ഞാനിന്ന് സ്വരയിൽ ആപ്പ് ഉപയോഗിച്ചാണ് ടിക്കറ്റ് എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. സ്വരയിൽ എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ റെയിൽവേ ആപ്പാണ്, പുതിയ സൂപ്പർ ആപ്പാണ്. അപ്പോൾ സ്വരയിൽ ആപ്പിനെ പറ്റി ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം സ്വരയിൽ ആപ്പ് ഉപയോഗിച്ച് നമുക്കൊരു ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് UTS കോഡ് സ്കാൻ ചെയ്യണം. നമ്മുടെ പാസഞ്ചർ ഇപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 1 വരുമെന്നാണ് അനൗൺസ്മെൻറ്റ് വന്നത്. ഈ വണ്ടി സാധാരണഗതിയിൽ വലിയ തിരക്കുണ്ടാവാറില്ലാത്തൊരു വണ്ടിയാണ്. പക്ഷേ ഇന്ന് എന്താണെന്നറിയില്ല, ഇന്ന് നല്ല തിരക്കുണ്ട്. ഇന്ന് അത്യാവശ്യം നല്ലോണം യാത്രക്കാർ വണ്ടിക്ക് വന്നിട്ടുണ്ട്. നമ്മളൊരു ചായയൊക്കെ മേടിച്ച് അങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഒരു ചായയൊക്കെ മേടിച്ച് വെയിറ്റ് ചെയ്യുക. ട്രെയിൻ വന്നു കഴിഞ്ഞാൽ ട്രെയിൻ ഓൾറെഡി കയറി വരുന്നത് കാണാം. പണ്ടായിരുന്നെങ്കിൽ ഡീസൽ ലോക്കോൻ്റെ സൗണ്ടും ഹോണും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല. അപ്പോൾ സൈലൻ്റ് ആയിട്ട് ജസ്റ്റ് കയറി വരുന്നുണ്ടോ. എനിക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു, എങ്ങാനും മെമു മാറിയിട്ട് സാധാരണ വാപ്പ് 1 ഹോളിൻ്റെ ട്രെയിൻ വരുമെന്ന്. അങ്ങനെ വന്ന യാത്ര ക്യാൻസൽ ചെയ്യാൻ തന്നെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ മെമു തന്നെയാണ്, 3 ഫേസ് അല്ല, പഴയ ടൈപ്പ് മെമു ആണ്. അടിപൊളി. ഇപ്പോൾ കുറച്ച് ഫ്രണ്ടിലായിട്ട് കയറാം. ഇവിടെയൊക്കെ വിൻഡോ സീറ്റ്സ് കാര്യമുണ്ട്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും കയറാൻ നോക്കാം. പഴയ ടൈപ്പ് മെമു ആണ്. എനിക്കിതാണ് പുതിയ മെമുവിനെക്കാട്ടും ഇഷ്ടം. ട്രെയിനിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാവിലത്തെ വണ്ടിക്ക് യാത്രക്കാർ കുറവാണ്. ഇവിടെയും യാത്രക്കാർ കുറവാണ്. വെസ്റ്റിബ്യൂൾഡാണ്. അപ്പോൾ അങ്ങ് വരെ കാണാം നമുക്ക്.
ഇവിടെ പ്ലാറ്റ്ഫോം എക്സ്റ്റൻഷൻ നടന്നിട്ടുണ്ട്. നമ്മൾ ഫുൾ എക്സ്റ്റെൻഡ് പോർഷൻ വന്നിരുന്നത്. സാധാരണ അതിൽ ബാക്കിലാണ് നിർത്തുക. ഇന്ന് ഫുൾ എക്സ്റ്റെൻഡ് പോർഷൻ്റെ ലാസ്റ്റിലാണ് നിർത്തിയത്. മഞ്ഞ് മൂടി നിൽക്കുകയാണ്. നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. നമ്മുടെ നെക്സ്റ്റ് സ്റ്റോപ്പായി കുലുക്കല്ലൂർ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ സ്റ്റേഷൻ ക്രോസിംഗ് സ്റ്റേഷൻ അപ്ഗ്രേഡ് ആവേണ്ടതാണ്. അതിൻ്റേതായ സിഗ്നലിങ്ങിൻ്റെ ഒക്കെ വർക്ക് നടക്കുന്ന ഓൾറെഡി കാണാം. അവിടെ കുഴി ഒഴിച്ചിരിക്കുന്ന കാണായിരുന്നു. അഡീഷണൽ ട്രാക്ക് വരാൻ പോകുന്നത് റൈറ്റ് സൈഡിലാണ് എൻ്റെ അറിവിൽ. റൈറ്റ് സൈഡിലാണ് എൻ്റെ അറിവിൽ അഡീഷണൽ ട്രാക്ക് വരിക. ആ സൈഡ് നമുക്കൊന്ന് കാണാം. ഇപ്പോൾ വെളിച്ചം കുറവാണ്. തിരിച്ചുള്ള ട്രിപ്പിൽ ഞാനത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പിടിക്കാം. ഇതാണ് ക്രോസിംഗ് സ്റ്റേഷൻ വർക്കുകൾ. ഇപ്പോഴത്തെ സൈഡിൽ ലാൻഡ് ലെവൽ ചെയ്ത് മരമൊക്കെ ക്ലിയർ ചെയ്ത് ലാൻഡ് ലെവൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ക്രോസിംഗ് സ്റ്റേഷൻ വന്നുകൊണ്ട് ഇവിടുത്തെ OHE പോൾസ് ഒക്കെ മാറും. ലെഫ്റ്റ് സൈഡിലോട്ട് വരും. മിക്കവാറും മറ്റേ പോർട്ടൽ ടൈപ്പിലേക്ക് മാറുമായിരിക്കും. അതിൻ്റെയും വർക്ക് നടക്കുന്നുണ്ട്. ഇത് ചെർപ്പളശ്ശേരി കൊപ്പം റോഡാണ് ഈ കാണുന്നത്. ഒരു മോട്ടോർ കോച്ചാണ്. ആദ്യത്തെ കോച്ച് സാധാരണ ഇതിൽ എഞ്ചിനാണല്ലോ, അതുകൊണ്ട് ഫസ്റ്റ് കോച്ചിൽ ആരും തന്നെ കയറിയിട്ടില്ല. കാലിയാണ് ഫസ്റ്റ് കോച്ച്. ഇതൊരു മോട്ടോർ കോച്ചാണ്. നമുക്ക് മോട്ടോർ സൗണ്ട്സ് കേൾക്കാൻ പറ്റും. അപ്പുറത്തോട്ട് ഇത് വെസ്റ്റിബ്യൂൾഡാണ്. പക്ഷേ എൻഡ് ടു എൻഡ് വെസ്റ്റിബ്യൂൾഡല്ല. കാര്യം ഓൺ ബോർഡ് എക്യുപ്മെൻ്റ് ഉള്ള റേക്കാണ്. അതുകൊണ്ട് എൻഡ് ടു എൻഡ് വെസ്റ്റിബ്യൂൾഡല്ല. 12 കാർ റേക്കാണിത്. 9 കാർ 8 കാറല്ല 12 കാറാണ്. kmph ഉണ്ട്. അപ്പോൾ ഏകദേശം 80 kmph നമ്മൾ പിടിക്കുന്നുണ്ട്. അടുത്ത സ്റ്റേഷൻ തരാം. വല്ലപ്പുഴ എത്താറായി. അതുകൊണ്ടാണ് സ്ലോ ഡൗൺ ചെയ്യുന്നത്. ആ കണ്ടത് ചെർപ്പളശ്ശേരി പട്ടാമ്പി റോഡാണ്. നമ്മൾ ജസ്റ്റ് വല്ലപ്പുഴയിലേക്ക്
വല്ലപ്പുഴയാണ് ശരിക്കും ഈ റൂട്ടിലെ കുറച്ചും കൂടി വലിയൊരു ടൗൺ. വല്ലപ്പുഴയായിരുന്നു ശരിക്കും ക്രോസിംഗ് സ്റ്റേഷൻ ആകേണ്ടിയിരുന്നത്. പക്ഷേ അവർ ഡിസ്റ്റൻസിൻ്റെ ബേസിസിലാണ് അവർ കുലുക്കല്ലൂർ തിരഞ്ഞെടുത്തത്. ആൾക്കാർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഞെട്ടലൊന്നും കാണാനില്ല കേട്ടോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഓഫ് കോഴ്സ് നമ്മൾ റെയിൽ ഫാൻസ് എക്സൈറ്റഡ് ആയിരിക്കും. വല്ലപ്പുഴ എത്തി. അതാ പ്ലാറ്റ്ഫോമിന് എൻഡ് വരെ വന്നു നമ്മൾ. 12 കാർ റേക്ക് തന്നെയാണ്. 12 കാർ റേക്കാണിത്. കാര്യം 3 പാൻറ്റോ ഉണ്ട്. ഇവിടെ ഒരു പാൻറ്റോ ഉണ്ട്. ബാക്കിലായിട്ട് എനിക്ക് 2 പാൻറ്റോ കൂടി കാണാം. സാധാരണഗതിയിൽ 4 കോച്ചുകൾക്ക് ഒരു പാൻറ്റോഗ്രാഫ് എന്നാണ് കണക്ക്. ഇത് മറ്റേ എറണാകുളം ഷൊർണൂർ മെമു ആണിത്. എറണാകുളം ഷൊർണൂർ ഓടുന്ന മെമുവിൻ്റെ റേക്കാണിത്. ഇത് ശരിക്കും എറണാകുളം ഷൊർണൂർ ഓടിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം ഇത് ഷൊർണൂർ കണ്ണൂരായിട്ടാണ് പോകുന്നത്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഷൊർണൂർ കണ്ണൂർ സർവീസ് ഇല്ല. അതുകൊണ്ട് ഇന്നലെ വന്ന എറണാകുളം ഷൊർണൂർ റേക്ക് എടുത്തിട്ട് അവർ ഇന്നലെ രാത്രിയിലെ ഷൊർണൂർ നിലമ്പൂർ മെമു ഓടിച്ചു. കുറച്ച് ലേറ്റായിട്ടാണ് ഇന്നലെ ഓടിയത്. ഇന്നലെ ഏകദേശം അരമണിക്കൂറിന് മേലെ ലേറ്റായിട്ടാണ് ഇന്നലെ ഓടിയത്. ഇന്നലെ അങ്ങനെ റേക്ക് ഷൊർണൂരെത്തി. ഇന്ന് രാവിലത്തെ റെഗുലർ പാസഞ്ചറിൽ 56612 5:30 നിലമ്പൂരിൽ നിന്ന് പുറപ്പെടുന്ന പാസഞ്ചറിൽ മെമു റേക്ക് തിരിച്ചു വിടും. ഇതൊരു ട്രയലാണ്. ഈ ട്രയലിൻ്റെ ബേസിസിലായിരിക്കും മെമു സർവീസിന് വരിക. അപ്പോൾ മെമു സർവീസ് വരുന്ന സമയത്ത് മിക്കവാറും എൻ്റെ ഒരു അറിവ് വെച്ച്, അതായത് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം രാത്രി ഏകദേശം 9:40 ഷൊർണൂരിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ എറണാകുളം ഷൊർണൂർ ട്രെയിന് കണ്ടിന്യൂസ് ആയിട്ട് നിലമ്പൂരിലേക്ക് വരികയല്ല ചെയ്യുന്നത്. ഏകദേശം 1 മണിക്കൂറോളം ഷൊർണൂർ ആ വണ്ടിക്ക് ഹോൾട്ട് ഉണ്ടാവും. 9:40 ഷൊർണൂരിൽ നിന്ന് പുറപ്പെട്ടിട്ട് രാത്രി ഏകദേശം 11 മണിയോടുകൂടി നിലമ്പൂരെത്തും. തിരിച്ച് അതുപോലെ ഏകദേശം രാവിലെ 3:45 നിലമ്പൂരിൽ നിന്ന് പുറപ്പെട്ടിട്ട് രാവിലെ എനിക്കൊന്ന് 5 മണിയോടുകൂടി ഷൊർണൂർ എത്തുന്ന രീതിക്കായിരിക്കും ഇതിൻ്റെ ഒരു സ്കെഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ 5 മണിക്ക് ഷൊർണൂർ എത്താന്ന് പറയുമ്പോൾ നമുക്ക് എറണാകുളം മെമു കിട്ടില്ല. പക്ഷേ മംഗള കിട്ടും തോന്നുന്നു. മംഗള എക്സ്പ്രസ് കിട്ടും തോന്നുന്നു. പക്ഷേ എറണാകുളം മെമു ഒന്നും കിട്ടില്ല. മംഗളം കിട്ടുമെന്ന് എനിക്ക് ഡൗട്ടാണ്. പക്ഷേ എന്തായാലും വേറെ എറണാകുളം ഭാഗത്തേക്കും അതുപോലെ പാലക്കാട് ഭാഗത്തേക്കും വെസ്റ്റ് കോസ്റ്റ് അടക്കമുള്ള ട്രെയിനുകൾ സുഖമായിട്ട് നിലമ്പൂരുകാർക്ക് കണക്ഷൻ ഇതുപോലെ സാധ്യമാവും. അതുപോലെ കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്നത് കണ്ണൂർ മെമു ആയിട്ട് പിന്നെ ആ റേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഈ കുറ്റിപ്പുറം അങ്ങനെയൊക്കെ പോകേണ്ട ആൾക്കാർക്ക് അതേ മെമുവിൽ യാത്ര ചെയ്ത് ആ ഭാഗത്തേക്ക് പോകാവുന്നതാണ്. അതുപോലെ രാവിലെ 7 മണിക്ക് പോകുന്ന മറ്റേ പൂനെ സൂപ്പർ ഫാസ്റ്റ്, നിസാമുദ്ദീൻ സൂപ്പർ ഫാസ്റ്റ് പോകുന്ന ട്രെയിനുകളിലേക്കും ഇത് കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് 7 മണിയുടെ ട്രെയിനിലൂടെ ഈ ട്രെയിൻ തന്നെ കണക്ട് ചെയ്യും. പക്ഷേ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് അത്ര ടൈറ്റായിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് 5 മണിക്ക് ഷൊർണൂർ എത്തുന്ന രീതിക്കാണെങ്കിൽ അത് കണക്ട് ചെയ്യുന്നതാണ്. വാടാനംകുറിശി SSPയുടെ ന്യൂട്രൽ സെക്ഷനാണ്. നമുക്ക് ഈ റൂട്ടിലെ ന്യൂട്രൽ സെക്ഷൻസ് ഒന്നും അറിയില്ലായിരുന്നു. കാര്യം നമ്മൾ ഇലക്ട്രിക് മീൻസ് വാപ്കോർ ഹോളിലാണെന്നുണ്ടെങ്കിലും പവർ കട്ടാവില്ലല്ലോ. അപ്പോൾ ന്യൂട്രൽ സെക്ഷൻ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇപ്പോൾ നമ്മളങ്ങനെ വാടാനംകുറിശ്ശിയിലേക്ക് എത്തി. ഇപ്പോൾ ഉടനെ തന്നെ പാലക്കാട് നിലമ്പൂർ മെമു ഉണ്ട് ഓപ്പോസിറ്റ് ലൈനിൽ. നമ്മൾ ഷൊർണൂർ എത്തി. ആ ട്രെയിനെ ക്രോസ് ചെയ്യും. ഞാൻ ആ ട്രെയിനിൽ തിരിച്ചു വരണമെന്നാണ് എൻ്റെ പ്ലാൻ ഷൊർണൂർ.
നമ്മളിവിടെ ഹെഡ് ഓഫ് ഷെഡ്യൂളായിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് നേരം വെയിറ്റ് ചെയ്തത്. ഇപ്പോൾ സമയമായി ബാക്കിൽ നിന്ന് ഹോൺ അടിച്ചു. എനിക്കൊന്ന് ഇന്നത്തെ ഈ ഓപ്പറേഷന് 2 കുറവുണ്ടെന്ന് തോന്നുന്നു. സാധാരണ മെമു ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒരു മോട്ടർമാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇന്ന് 2 പേരുണ്ടെന്ന് തോന്നുന്നു. ഒരാൾ ഇപ്പോൾ ഡോറിൽ നെറ്റി നോക്കുന്ന കാണാനുണ്ട്. അപ്പോൾ സാധാരണ ഇതിന് ഒറ്റ സ്റ്റാഫ് ഉണ്ടാവാറുള്ളൂ. ഇന്ന് 2 പേരുണ്ടെന്ന് തോന്നുന്നു. ഈ വാടാനംകുറിശി സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ കിട്ടും. അതായത് പാലക്കാട്ടേക്ക് പോകുന്ന ബസ്സാണ് CM മടവൂര്. അപ്പോൾ വാടാനംകുറിശി സ്റ്റേഷനിലെത്തി കുറച്ച് മുന്നോട്ടാണ് ഗേറ്റിന് അവിടെ എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വാടാനംകുറിശി സ്റ്റേഷന് ഫ്രണ്ടിൽ തന്നെ സ്റ്റോപ്പും ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് പാലക്കാട് ഭാഗത്തേക്ക് പോകണം. അപ്പോൾ ഒറ്റപ്പാലം പാലക്കാടൊക്കെ പോകേണ്ട ആൾക്കാർക്ക് വാടാനംകുറിശി ഇറങ്ങി കഴിഞ്ഞാൽ സുഖമായിട്ട് യാത്ര കണ്ടിന്യൂ ചെയ്യാനുള്ള ബസ് കിട്ടും. ഈ ട്രെയിനിന് ഷൊർണൂർ പോയി ഷൊർണൂരിൽ നിന്ന് പോകാൻ നിൽക്കുന്നതിനെക്കാട്ടും എളുപ്പം വാടാനംകുറിശിയിൽ നിന്ന് മാറി കയറി പോകുന്നതാണ്. കാര്യം പാലക്കാട് ബസ്സുകൾ, ഷൊർണൂരിൽ നിന്ന് പാലക്കാട് ബസ്സുകൾ വളരെ കുറവാണ്. ഏറ്റവും കൂടുതൽ പോകുന്ന കുളപ്പുഴ വഴിയാണ്. പിന്നെ ഷൊർണൂർ പോയി ഇറങ്ങി നമ്മൾ കുളപ്പുഴയിലേക്ക് തിരിച്ചു വരണം. അതിന് വരെ വാടാനംകുറിശി തന്നെ ഇറങ്ങി നമുക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാവുന്നതാണ്. സ്വരയിൽ ആപ്പിൽ ഒരു അടിപൊളി ഫീച്ചറുണ്ട്. സ്വരയ ആപ്പിൽ നമ്മൾ ട്രെയിനിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ടിക്കറ്റ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ബുക്ക് കണക്റ്റിംഗ് ജേർണി എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനങ്ങോട്ടുള്ള കണ്ടിന്യൂഷൻ ടിക്കറ്റും കൂടി ബുക്ക് ചെയ്യാനുള്ള സൗകര്യം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു അടിപൊളി ഫീച്ചറാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഷൊർണൂരിലേക്ക് കയറുകയായി. ഞാൻ ആ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ കാണിക്കുന്ന ഒരു ഇതിൽ എൻട്രി ചെയ്യാൻ പിടിച്ചില്ലായിരുന്നു. നമ്മൾ പിന്നെ പല പ്രാവശ്യം പിടിച്ചിട്ടുള്ളതായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നമുക്കൊന്നും മിസ്സായിട്ടില്ല. നമ്മൾ അത്യാവശ്യം നല്ലോണം ഹെഡ് ഓഫ് ഷെഡ്യൂളാണ്. അതുകൊണ്ട് എനിക്ക് ഇവിടെ ഇറങ്ങിയിട്ട് ഞാൻ ഈ ട്രെയിനിൻ്റെ ഒരു ഫോട്ടോ ഫ്രണ്ടിൽ നിന്നൊന്ന് കാണിച്ചിട്ട് റേക്ക് കാണിച്ചിട്ട് നമുക്ക് തിരിച്ചുള്ള നമ്മുടെ ട്രെയിൻ എന്ന് പറയുന്നത് പാലക്കാട് നിലമ്പൂർ പാസഞ്ചറാണ്. അത് പ്ലാറ്റ്ഫോം നമ്പർ 1 നിന്നാണ് മിക്കവാറൊക്കെ പോവാറ്. അപ്പോൾ നമുക്കിതിൻ്റെ വിശേഷങ്ങൾ പിടിച്ചിട്ട് നമുക്ക് നേരെ പ്ലാറ്റ്ഫോം നമ്പർ 1 പോയിട്ട് നമുക്ക് നമ്മുടെ പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ പിടിച്ച് നമുക്ക് നമ്മുടെ യാത്ര തിരിച്ചു പോകാം. ഇന്ന് സത്യം പറഞ്ഞാൽ സൺഡേ ആണ്, റെസ്റ്റ് എടുക്കാം, എവിടെയും പോകണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാകുന്നതാണ്. അപ്പോഴാണ് ഇന്നലെ രാത്രി നമ്മുടെ നിലമ്പൂർ ട്രെയിനിൻ്റെ ഗ്രൂപ്പ്, അതായത് ഫേസ്ബുക്ക് പേജായ രാജറാണി എക്സ്പ്രസ് ടു നിലമ്പൂർ എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജിൽ ഇന്നലെ രാത്രി മെസ്സേജ് കണ്ടത്. അപ്പോൾ പിന്നെ എനിക്ക് വരാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ തന്നെ ഞാൻ പ്ലാൻ ഇട്ടിങ് പോകുന്നതാണ്. അപ്പോൾ പതിവ് പോലെ പ്ലാറ്റ്ഫോം നമ്പർ 6 or 7 അങ്ങാണ്ടാന്ന് തോന്നുന്നു നമ്മൾ പോകുന്നത്. ഈ കാണുന്ന റൂട്ടിംഗ് ഹോം സിഗ്നലാണ്. പ്ലാറ്റ്ഫോം നമ്പർ 6 പോകുന്നത്. നമുക്ക് ഇവിടുന്ന് 7 കയറാൻ പറ്റില്ല. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 6 നമ്മൾ പോകുന്നത്. നമ്മൾ ഷൊർണൂർ ജംഗ്ഷനിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് സമയമുണ്ട്. ഇപ്പോൾ സമയം 6:50 ആയതേ ഉള്ളൂ. 7:05 നമ്മുടെ നിലമ്പൂർ പാസഞ്ചർ. അപ്പോൾ നമുക്ക് 15 മിനിറ്റും കൂടി ഉണ്ട്. നമുക്ക് സുഖമായിട്ട് ഈ റേക്കൊന്ന് ഫ്രണ്ടിൽ നിന്ന് കണ്ടിട്ട് നമുക്ക് ഓടി നമ്മുടെ പാലക്കാട് നിലമ്പൂർ വണ്ടി വരുന്ന പ്ലാറ്റ്ഫോമിലേക്ക് പോകാം. ആ വീഡിയോ ഞാൻ ഫുള്ള് കാണിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് കുറച്ച് പ്രസക്ത ഭാഗങ്ങൾ മാത്രം ആ വീഡിയോൻ്റെയും കൂടി ഇൻക്ലൂഡ് ചെയ്തേക്കാം. ഇവിടെ കൊന്ന പൂത്തു തുടങ്ങി. ഫെബ്രുവരി പകുതിയായിട്ടേ ഉള്ളൂ. നിലമ്പൂർ സ്റ്റേഷൻ അബ്സല്യൂട്ട്ലി എംപ്റ്റിയാണ്. വേറെ ഒരു ട്രെയിനും ഇല്ല ഈ സ്റ്റേഷനിൽ ഈ സമയത്ത്. നമ്മളാണ് ഇവിടെ എത്തിയ ആദ്യത്തെ വണ്ടി. ഇന്നത്തെ ആദ്യത്തെ വണ്ടി നിന്ന് ചുമ്മാ ഒരു പ്രാസ് ഒപ്പിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇന്നത്തെ ആദ്യത്തെ ട്രെയിനൊന്നും അല്ല. പക്ഷേ ഇപ്പോൾ ഈ സമയത്ത് ഇവിടെ ഈ ഒരൊറ്റ ട്രെയിൻ മാത്രമേ ഉള്ളൂ. വേറെ വണ്ടികളൊന്നുമില്ല ഇവിടെ. സ്റ്റേഷൻ മൊത്തം കാലിയാണ്. നമ്മുടെ പാലക്കാട് നിലമ്പൂർ വണ്ടിയും എത്തിയിട്ടില്ല. അതപ്പോൾ ഇനി ഏത് പ്ലാറ്റ്ഫോമിൽ എത്തുന്നുള്ള അനൗൺസ്മെൻറ്റ് ശ്രദ്ധിക്കണം നമ്മൾ. അങ്ങനെ ആദ്യത്തെ മെമു ട്രയൽ തിരിച്ച് ഷൊർണൂർ എത്തിയിരിക്കുകയാണ്. ഈ ട്രയൽ സക്സസ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ അവർ എത്രയും പെട്ടെന്ന് കൂടുതൽ മെമു സർവീസുകൾ നമ്മുടെ റൂട്ടിൽ, അപ്പോൾ നമ്മുടെ റൂട്ടിൽ 2 മെമു സർവീസാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നിലമ്പൂർ റൂട്ടിൽ. അതിൽ ഒരെണ്ണം എറണാകുളം ഷൊർണൂർ മെമു നിലമ്പൂരിലേക്ക് എക്സ്റ്റൻഷനല്ല, ആ റേക്ക് ഉപയോഗിച്ചൊരു സർവീസ് ഓടിക്കലും. അതുപോലെ കോയമ്പത്തൂർ ഷൊർണൂർ സർവീസും കൂടി നിലമ്പൂരിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മൊത്തത്തിൽ ടൈം ടേബിൾ മൊത്തം ഒന്ന് മാറേണ്ടി വരും മിക്കവാറും. അതും ഇനി ഉച്ചക്കലത്തെ 2:20 ഷൊർണൂർ
നമ്മുടെ ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചറിന് പകരം മെമ്മു ഓടിക്കാനുള്ള ഉദ്ദേശമാണെന്ന് എനിക്കറിയില്ല. അതാകുമ്പോൾ ആ റേക്ക് അങ്ങനെ പാലക്കാട്ടേക്ക് തിരിച്ചു പോകുന്ന പോലെ വല്ലതും പ്ലാൻ ആണോ എന്ന് അറിയില്ല എക്സാക്ട്ലി. അപ്പോൾ നമുക്ക് എന്തായാലും അത് കണ്ടറിയാം. അപ്പോൾ നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ്. പ്ലാറ്റ്ഫോം നമ്പർ 2 PGT നീൽ പാസഞ്ചർ കാണിക്കുന്നുണ്ട്. 7 to അറൈവൽ പ്ലാറ്റ്ഫോം നമ്പർ 2. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നേരെ പ്ലാറ്റ്ഫോം നമ്പർ 2 പോകാം. നമുക്ക് നേരെ ട്രോളി പാത്ത് വഴി എന്തെങ്കിലും പോയേക്കാം. അങ്ങനെ നമ്മുടെ മെമു ട്രയൽ സക്സസ്ഫുള്ളി ഷൊർണൂർ എത്തിയിരിക്കുകയാണ്. ഷൊർണൂർ ജംഗ്ഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ ഒരു പിക്ചർ എടുത്തിട്ട് ഫ്രണ്ടിൽ നിന്ന് കണ്ടിട്ട് നമുക്ക് വേഗം പ്ലാറ്റ്ഫോം നമ്പർ 2 പോയേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ഓടിയ മെമു 13031 കൊല്ലം ഷെഡിൻ്റെ റേക്കാണ്. അപ്പോൾ അങ്ങനെ ഷൊർണൂർ ജസ്റ്റ് സൂര്യൻ ഉദിച്ച് വരുന്നുള്ളൂ. അവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഓറഞ്ച് കളർ ഒരു ഗോൾഡൻ ഓറഞ്ച് കളർ റിങ് ആയിട്ട് സൂര്യൻ നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് ഷൊർണൂർ ജംഗ്ഷൻ. നമ്മളെ കൊണ്ടുവന്നിട്ട് മെമു ഇവിടെ പ്ലാറ്റ്ഫോം നമ്പർ 6 നിൽക്കുന്നു. ഒരുപാട് പേര് ഒന്ന് സെൽഫി എടുത്തിട്ട് പോയിട്ടോ മെമുവിൻ്റെ കൂടെ. മെമു ഇത്രയും ഫേമസ് ആയിരുന്ന ആദ്യമായിട്ടായിരിക്കും. അപ്പോൾ നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് മെമു ഇതുവരെ ഷണ്ട് ഔട്ട് ചെയ്തിട്ടില്ല. അതിന് ജസ്റ്റ് ഷണ്ടിങ് പൈലറ്റ് വന്നാൽ അതിൻ്റെ ഹെഡ് ലാമ്പൊക്കെ ഇപ്പോൾ ഓഫ് ചെയ്തേ ഉള്ളൂ. മറ്റിപ്പോൾ ഇത്രയും നേരം ഹെഡ് ലാമ്പൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അത് പ്ലാറ്റ്ഫോം നമ്പർ 6 ഞാനിപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 2 വന്നു. നമ്മുടെ പാലക്കാട് പാസഞ്ചർ എവിടെയാണ് വരിക എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല വിഷ്വൽസാണ്, അടിപൊളി വിഷ്വൽസാണ്. ആ ഡേ സൂര്യൻ അങ്ങനെ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. ആ ഷൊർണൂർ ജംഗ്ഷൻ ബോർഡും ബാക്ക്ഗ്രൗണ്ടിൽ സൂര്യൻ ഉദിച്ച് വരുന്നത് കണ്ടോ, സൂപ്പർ വിഷ്വൽസാണ്. അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ ട്രെയിൻ കയറി വരണം. പാലക്കാട് പാസഞ്ചർ വരുമെന്ന് അനൗൺസ്മെൻറ്റ് ഒന്നായിരുന്നു. ഞാൻ വേറെ ട്രെയിനിൻ്റെ സ്റ്റാറ്റസ് നോക്കിയില്ല. മീൻ വൈൽ നമ്മുടെ മെമു ഷണ്ട് ഔട്ട് ചെയ്യാണ്. മെമു ജസ്റ്റ് പുറത്തെടുത്തുകൊണ്ട് പോകും. അതിന് യാർഡിൽ കൊണ്ടുപോയിടും. കാര്യം അതിന് ഇന്ന് കണ്ണൂർ സർവീസ് ഇല്ലല്ലോ. അപ്പോൾ അതിന് ഇന്നത്തെ ദിവസം മൊത്തം യാർഡിൽ റെസ്റ്റ് എടുത്തിട്ട് നാളെ രാവിലെ എറണാകുളം പാസഞ്ചറായിട്ട് തിരിച്ച് എറണാകുളത്തേക്ക് പോകും. അതുവരെ ഇന്ന് ഇവിടെ റെസ്റ്റ് മാത്രമേ ഉള്ളൂ, വേറെ പണിയൊന്നും ഇല്ലെന്ന്. സത്യം പറഞ്ഞാൽ ഈ മെമു ഉപയോഗിച്ച് പകൽ വേണമെങ്കിൽ 1-2 സർവീസും കൂടെ അവർക്കൊന്ന് ഓടിച്ച് നോക്കായിരുന്നു. പാലക്കാട് പാസഞ്ചറൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കായിരുന്നു അവർക്കിന്ന്. അപ്പോൾ ഇതാ നമ്മുടെ വണ്ടി ഇതാ ജസ്റ്റ് കയറി വരുന്നുണ്ടോ. ഈ വിഷ്വൽസ് എന്താണല്ലേ. വാബ് 42256 ആണ് ലോക്കോ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വാബ് 4 ഓൾഡ് ട്രെയിനിൽ നമ്മുടെ നിലമ്പൂർ റൂട്ടിൽ യാത്ര ചെയ്യാൻ പോകുന്നത്. സമയം 7:03 ആയി കഴിഞ്ഞു. 7:05 പോകണം. അപ്പോൾ ഞാൻ ആദ്യം ശരിക്കും ഫ്രണ്ടിലത്തെ വല്ല കോച്ചിൽ ഇരിക്കാമെന്നായിരുന്നു പ്ലാൻ ചെയ്യേണ്ടായിരുന്നു. നമുക്കിനിപ്പോൾ അതിന് സമയമില്ല. നമുക്ക് കൊണ്ട് ഏറ്റവും ബാക്കിൽ തന്നെ കോച്ചിലിരിക്കാം. അപ്പോൾ നമുക്ക് അങ്ങാടിപ്പുറത്ത് എത്തുമ്പോൾ നമുക്ക് ഇറങ്ങിപ്പോകാൻ സൗകര്യമുണ്ട്. അപ്പോൾ ഇതാണ് പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ. ഈ ട്രെയിൻ ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ല, അത്യാവശ്യം തിരക്കുണ്ട്. ഞാനിതൊരു കാലി ട്രെയിനായിരിക്കും എന്നാണ് വിചാരിച്ചത്. കാരണം കൊച്ചുവെളുപ്പാങ്കാലത്ത് പാലക്കാട് നടക്കുന്ന വണ്ടിയല്ലേ. ഈ വണ്ടിക്ക് നമുക്കൊരു പാലക്കാട് നിലമ്പൂർ യാത്ര നമുക്കൊരിക്കൽ പ്ലാൻ ചെയ്യണം. പാലക്കാട് നിലമ്പൂർ ഓൾ ദ വേ നമുക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യണം. നമുക്ക് ലാസ്റ്റ് കോച്ചിലോട്ട് കയറാൻ പറ്റുമോ നോക്കാം. ലാസ്റ്റ് കോച്ചിൽ അത്യാവശ്യം സീറ്റുകളുണ്ട്. പക്ഷേ ഇവിടുന്ന് കുറേ ആൾക്കാരും കയറാനുണ്ട്. എന്തായാലും വിൻഡോ ഒന്നും വേണമെന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ ഡോറിൽ നിന്ന് നമ്മൾ വീഡിയോ എടുത്തിട്ട് നമുക്ക് എന്തായാലും ഫുൾ സ്ട്രെച്ച് കവർ ചെയ്യാനുള്ള ഉദ്ദേശമില്ല. കാര്യം ഈ റൂട്ട് നമ്മൾ വളരെ നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. ആ സൂര്യൻ നേരെ ലെൻസിലൊക്കെ ആയതുകൊണ്ട് ക്യാമറയ്ക്ക് അതുകൊണ്ട് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ജസ്റ്റ് ഷൊർണൂർ നമ്മൾ തിരിച്ചുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ്.
അപ്പോൾ അങ്ങനെ നമ്മൾ ഷൊർണൂർ ജംഗ്ഷനിൽ നിന്ന് പുറത്തോട്ടിറങ്ങുന്നു. ഷൊർണൂർ ജംഗ്ഷൻ വീണ്ടും കാലിയായി, വേറെ ഒരു വണ്ടിയില്ല ഇവിടെ. ഇനിയിപ്പോൾ ഇവിടെ നമ്മുടെ തൃശ്ശൂർ കണ്ണൂർ എക്സ്പ്രസ് വരാനുണ്ട്. ഷൊർണൂർ കോഴിക്കോട് കോഴിക്കോട് ഷൊർണൂർ പാസഞ്ചർ, അതാണ്. പിന്നെ ഷൊർണൂർ കോയമ്പത്തൂർ പാസഞ്ചറാണ്, അത് വരാനുണ്ട്. അതുപോലെ മാംഗ്ലൂർ ഇൻ്റർസിറ്റി, അത് പക്ഷേ 8 മണിയാവും വരാൻ. ഞാൻ വിചാരിച്ചു നമുക്ക് ഭാഗ്യം ഉണ്ടാവും എന്ന് വിചാരിച്ചായിരുന്നു, നമുക്ക് ആ ഷൊർണൂർ പാസഞ്ചർ, കോഴിക്കോട് ഷൊർണൂർ പാസഞ്ചർ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇല്ല, അത് കാരക്കാട് എത്തിയിട്ടേ ഉള്ളൂ. നമ്മൾ തിരിയുന്നതിന് മുമ്പ് അത് നമ്മുടെ സ്ഥലം പാസ് ചെയ്യില്ല. സ്റ്റേഷൻ്റെ നിർമ്മാണമാണ് ഇത് കാണുന്നത്.
അപ്പോൾ നമ്മളങ്ങനെ അങ്ങാടിപ്പുറത്തോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു. ഈ കാണുന്നതാണ് അങ്ങാടിപ്പുറം ഹോം സിഗ്നൽ. എൻ്റെ പഴയ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് കലങ്ങും. ഈ പ്രദേശം ഫുള്ള് മാറിയിട്ടുണ്ട്. ഇത് ഫുള്ള് അമൃത് ഭാരത് അപ്ഗ്രേഡിൻ്റെ ഭാഗമായിട്ട് റോഡ് മൊത്തം മാറ്റിയിട്ടുണ്ട്. കാർ പാർക്കിംഗ് ഇങ്ങോട്ട് മാറ്റി റീലൊക്കേറ്റ് ഒക്കെ ചെയ്തവർ. ആയി നമ്മൾ പ്ലാറ്റ്ഫോം 1 അല്ല 2ലേക്കാണ്. പതിവ് പോലെ പ്ലാറ്റ്ഫോം നമ്പർ 2ലേക്ക് പോകണം. പ്ലാറ്റ്ഫോം 2ലേക്ക് പോയാൽ നന്നായി. എനിക്ക് സ്റ്റേഷൻ ഒന്ന് വൃത്തിയായിട്ട് കാണിക്കാൻ പറ്റും. അപ്പം നമ്മളങ്ങനെ അങ്ങാടിപ്പുറത്ത് തിരിച്ചെത്തി. ഈ FCA ഗോഡൗൺ ലൈനെ ഒരു പ്ലാറ്റ്ഫോം നമ്പർ 3 ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ തോന്നുന്നു. അതിന് സൈഡിൽ വേലി ഉണ്ടായിരുന്നു. വേലിയൊക്കെ പൊളിച്ചളഞ്ഞവർ. അപ്പോൾ ഇതിനവർ പ്ലാറ്റ്ഫോമായിട്ട് കൺവേർട്ട് ചെയ്യണമെന്ന് തോന്നുന്നു. നല്ല കാര്യമാണ്. അപ്പോൾ വേണമെങ്കിൽ അവർക്ക് ഷോർട്ട് ഡിസ്റ്റൻസ് ഷൊർണൂർ അങ്ങാടിപ്പുറം പോലെ ട്രെയിനൊക്കെ ഓടിക്കാം. പിന്നെ നല്ല തിരക്കുള്ള ദിവസമാണ്. ഇന്ന് സൺഡേ ആണ്. സൺഡേ എന്ന് പറയുമ്പോൾ ഇവിടെ അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിൽ മംഗല്യപൂജയുള്ള ദിവസമാണ്. നല്ല തിരക്കുള്ള ദിവസമാണ് ഇന്നിവിടെ. ഇപ്പോൾ അധികം താമസിയാതെ നമ്മുടെ നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ രാജധാനി എക്സ്പ്രസ്സിന് റേക്ക് ഉപയോഗിച്ച് ഓടുന്ന പാസഞ്ചർ വരണം. അതും കൂടി കണ്ടിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ കയറി വരുന്നുണ്ട് പാസഞ്ചർ. സമയം ഇപ്പോൾ 7:51. കറക്റ്റ് ടൈമിലാണ് കയറി വരുന്നത്. വാപ്പ് 4 പോലെ ഉണ്ട്. വാപ്പ് 4 ആണോ വാപ്പ് 1 ആണോ എന്ന് അടുത്ത് വരും പറയാം. ഇത് രാജധാനി എക്സ്പ്രസ്സിൻ്റെ റേക്ക് ഉപയോഗിച്ച് ഓടുന്ന ട്രെയിനാണിത്. ഇത് യൂഷ്വലി വളരെ പോപ്പുലർ ആയിട്ടുള്ള ട്രെയിനാണ്. കാര്യം ഇതിന് പോയി കഴിഞ്ഞാൽ നമുക്ക് ആലപ്പുഴ എറണാകുളം എക്സിക്യൂട്ടീവിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എറണാകുളം ഭാഗത്തേക്കൊക്കെ പോകാനുള്ള ആൾക്കാരെ ഏറ്റവും പ്രിയപ്പെട്ട വണ്ടി ഇതാണ്. അതുകൊണ്ട് തന്നെ സാധാരണഗതിക്ക് ഇതിന് നല്ല തിരക്കാണ്. ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് എങ്ങനെയുണ്ട് തിരക്കെന്നുള്ളത് കണ്ടറിയണം. പക്ഷെ അല്ലാന്നുണ്ടെങ്കിൽ യൂഷ്വലി ഫുള്ളാണ്. വിജയവാഡയുടെ വാപ്പ് 4 ആണ്. 22598 ആണ് ലോക്കോ. വിജയവാഡ ലോക്കോ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ഒരു പിടിയില്ല. ഇത് രാജധാനി എക്സ്പ്രസ്സിൻ്റെ റേക്കാണിത്. അതുകൊണ്ട് തന്നെ ഇത് നമ്പർ 56332 എന്നാണ്. കാരണം ഇത് തിരുവനന്തപുരം ഡിവിഷൻ്റെ റേക്ക് ആയതുകൊണ്ട് തിരുവനന്തപുരം ഡിവിഷൻ്റെ നമ്പറാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. കണ്ടിട്ട് അത്യാവശ്യം തിരക്കുള്ള പോലെ ഉണ്ട്. ഒരുപാട് പേര് എന്തായാലും കയറാനുണ്ട് ഇവിടുന്ന്. അപ്പോൾ
അതോടുകൂടി നമുക്ക് ഈ വീഡിയോ ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യാറായിട്ടില്ല, നമുക്ക് സ്റ്റേഷന് പുറത്തിറങ്ങി സ്റ്റേഷൻ ഒന്ന് പുറത്തുനിന്ന് കാണാം, എന്നിട്ട് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇപ്പോഴത്തെ അമൃത് ഭാരത് അപ്ഡേറ്റിൽ അവരിവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇതാണ്. ഇപ്പോഴത്തെ അപ്ഡേറ്റിൽ അവർ നല്ല അടിപൊളിയായിട്ട് ഇവിടെ ഒരു ഫുൾ സൈസ് ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ ഫുൾ സൈസ് ബോർഡിൽ വരുന്ന എല്ലാ ട്രെയിനുകളിലും ഡീറ്റെയിൽസ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ബോർഡുകളൊന്നും പണ്ട് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇങ്ങനത്തെ ബോർഡുകളൊന്നും പ്ലാറ്റ്ഫോമിൽ ഇൻഡിക്കേറ്റേഴ്സ് വന്നു കഴിഞ്ഞു. ഇത് അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇത് രാജറാണിയുടെ റേക്കാണ്. അതുകൊണ്ട് ഇതിനകത്ത് AC കോച്ചൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ AC 2 ടയർ കാണാം. AC 2 ടയറും AC 3 ടയറും ഉണ്ട് ഈ റേക്കിൽ. പക്ഷെ അത് സാധാരണ ഇതിൽ ലോക്ക് ചെയ്തിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിൽ യാത്രക്കാരെ കയറ്റില്ല, അതിന് ടിക്കറ്റൊന്നും കിട്ടില്ല, അത് ലോക്ക്ഡ് ആയിരിക്കും. ഇതിന് ജനറൽ കമ്പാർട്ട്മെൻറ്റുകളും സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റുകൾ ഓപ്പൺ ആയിരിക്കും. സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ജനറൽ ടിക്കറ്റ് എടുത്ത് കയറാം. ഈ ട്രെയിന് പോകാൻ ഇതൊരു സ്റ്റാർട്ടർ ആയിട്ടില്ല. ഇവന് പോകാനുള്ള സ്റ്റാർട്ടറായി. അപ്പോൾ അങ്ങനെ 56332 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ, രാജറാണിയുടെ റേക്ക് ഉപയോഗിച്ച് ഓടുന്ന പാസഞ്ചർ ഇറങ്ങി പോവുകയാണ് അങ്ങാടിപ്പുറത്തു നിന്ന്. കൊച്ചുവേളി നിലമ്പൂർ ഷൊർണൂർ എന്നാണ് ഇതിൻ്റെ ബോർഡ്. നാഗർകോവിൽ കൊച്ചുവേളി നിലമ്പൂർ ഷൊർണൂർ എന്നാണ് ബോർഡ്. രാജറാണി എക്സ്പ്രസ്സിനൊരു എൻഡ് ടു എൻഡ് അല്ലെങ്കിൽ വീഡിയോ ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഫുൾ ഓവർനൈറ്റ് യാത്ര ആയതുകൊണ്ടാണ് നമ്മൾ ആ ട്രെയിൻ അവോയ്ഡ് ചെയ്യുന്നത്. കണ്ടോ, സ്ലീപ്പർ ക്ലാസ് കോച്ചുകളാണിത്. സ്ലീപ്പർ ക്ലാസ് കോച്ചുകളിലും നമുക്ക് ജനറൽ ടിക്കറ്റ് എടുത്ത് കയറാം. കയറാൻ ജനറൽ ടിക്കറ്റ് മതി. ഇതിന് സ്ലീപ്പർ ടിക്കറ്റിൻ്റെ ആവശ്യമില്ല. ജനറലായിട്ടാണ് ഈ കോച്ചുകളെല്ലാം ഓടുന്നത്. അപ്പോൾ അങ്ങനെ അങ്ങാടിപ്പുറം സ്റ്റേഷൻ വീണ്ടും ശാന്തതയിലേക്ക് വരും. കുറച്ച് നേരത്തേക്ക് വണ്ടി വന്നില്ല. ഇനിയിപ്പോൾ ഈ വണ്ടി തിരിച്ചു വരുന്നതാണ് അടുത്ത ട്രെയിൻ ഇവിടെ വരാനുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ കോട്ടയത്തുനിന്ന് വരുന്ന നിലമ്പൂർ എക്സ്പ്രസ്സാണ് വരാനുള്ളത്. ഇവിടെ നോക്കാമല്ലോ. ഇപ്പോൾ SRR നീൽ പാസഞ്ചർ വരും 56323 9:34 അത് കഴിഞ്ഞ് പിന്നെ 10:42 കോട്ടയം നിലമ്പൂർ പാസഞ്ചറും നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ, നമ്മളിങ്ങോട്ട് വന്ന ട്രെയിനിലെ അത് നിലമ്പൂർ വഴി തിരിച്ചു വരുന്നത്. ഇതാണ് ഇവിടുത്തെ പുതിയ ടിക്കറ്റ് ബുക്കിംഗ് ഓഫീസ്. ATVM ഉണ്ട്, അതുകൂടാതെ ടിക്കറ്റ് ബുക്കിംഗ് ഓഫീസുണ്ട്. ഇവിടെ റിസർവേഷൻ കൗണ്ടർ ഉണ്ട്. ക്യൂ കാണുന്ന റിസർവേഷൻ കൗണ്ടറിലാണ്. നമുക്കത് സ്റ്റേഷൻ ഒന്ന് പുറത്തുനിന്ന് കണ്ടിട്ട് നമുക്ക് ചടന്ന് ഇറങ്ങിപ്പോയാൽ. പുതിയ ഡിസൈനിൽ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. സ്റ്റേഷൻ നല്ല ഭംഗിയായി വരുന്നുണ്ട്. എനിക്കൊന്ന് March 31 അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഇവർക്ക് ഇത് കൊടുത്തിട്ടുണ്ട്, ഓർഡർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റേതായ ഒരു ധൃതി വർക്കിൽ കാണാനുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ സ്റ്റേഷൻ്റെ അവസ്ഥ. വർക്ക് നല്ല സ്പീഡിൽ ഇപ്പം പുരോഗമിക്ക് നിൽക്കുന്നുണ്ട്. അപ്പുറത്തെ സൈഡിൽ ടൈൽസ് വിരിച്ചു തുടങ്ങിയവർ. അപ്പുറത്ത് ഇതൊരു കേരള സ്റ്റൈൽ ആർക്കിടെക്ചർ ബിൽഡിംഗ് ആണ് വരാൻ പോകുന്നത്. അപ്പോൾ അത് അപ്പുറത്ത് അവർ ലിൻഡിലിന് അവിടെയൊക്കെ അവർ ടൈല് വിരിച്ചു തുടങ്ങി. അതിന് താഴോട്ടും ടൈൽസ് വരും. അതിൻ്റെയൊക്കെ വർക്ക് നമുക്ക് കാണാം അവിടെ. കണ്ട, അതിനുള്ള കമ്പികളും മറ്റും ഫിക്സ് ചെയ്തിട്ടുണ്ട്. എല്ലാ സ്ട്രക്ചർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊരു ടൈൽസ് ഫിറ്റ് ചെയ്താൽ മതി അവർക്ക്. അതിൻ്റെ വർക്കാണ് നോക്കിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡ് വരും. അവിടെ മുകളിലോട്ട് അങ്ങാടിപ്പുറം എന്ന് എഴുതിയ സ്റ്റേഷൻ ബോർഡ് ഉണ്ടായിരുന്നു. ആ ബോർഡൊക്കെ അവർ ഇതിൻ്റെ ഭാഗമായിട്ട് എടുത്ത് കളഞ്ഞു. ഇനി വീണ്ടും ബോർഡ് പുതിയ സ്ഥാപിക്കുമായിരിക്കും വർക്ക് കഴിയുമ്പോൾ. ഇതൊക്കെയാണ് അങ്ങാടിപ്പുറം സ്റ്റേഷനിലെ നമ്മുടെ അമൃത് ഭാരത് അപ്ഡേറ്റിൻ്റെ വർക്കുകൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതൊരു വളരെ ഷോർട്ട് വീഡിയോ ആയിരുന്നു. ജസ്റ്റ് ആ മെമു ഓടുന്നു എന്ന് അറിഞ്ഞതിൻ്റെ എക്സൈറ്റ്മെൻറ്റിന് ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങി പുറപ്പെട്ടാണ്. രാവിലെ 5:30 എനിക്ക് ഷടപടന്ന് ഫ്രഷപ്പായി ഇറങ്ങി ഓടി 6 മണിയായപ്പോൾ സ്റ്റേഷനിലെത്തി. നമ്മൾ മെമുവിന് കയറി ഷൊർണൂർ പോയി. ഉടനെയുള്ള ട്രെയിൻ ഞാൻ തിരിച്ചും വന്നു. ആക്ച്വലി ഇത് കിട്ടിയില്ലെങ്കിൽ ഇപ്പം നമ്മുടെ പോയ രാജറാണി എക്സ്പ്രസ്സിൻ്റെ റേക്ക് തിരിച്ചു വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നേനെ. അതുകൊണ്ട് കിട്ടണേ എന്നുള്ളൊരു ഇതിലാണ് പോയത്. മെമു എല്ലാ സ്റ്റേഷനും ബിഫോർ ടൈം ആയിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് തിരിച്ചു വരാനും കഴിഞ്ഞു. ഇപ്പോൾ സമയം 7:58 ആയതേ ഉള്ളൂ. കഷ്ടിച്ച് 2 മണിക്കൂർ നമ്മൾ പോയി തിരിച്ചെത്തി. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് കണ്ടൻറ്റുകൾക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൂപ്പർ താങ്ക്സ് മെമ്പർഷിപ്പ് പോലത്തെ മെത്തേഡ്സ് വഴി നമ്മളെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോസ് നമ്മുടെ ചാനലിലേക്ക് എത്തിക്കാൻ കഴിയും. അപ്പോൾ നമുക്കിനി മറ്റൊരു അടിപൊളി വീഡിയോയിലും കാണാം. അതുവരേക്കും ദിസ് ഇസ് ബിനയ് ശങ്കർ സൈനിങ് ഓഫ് ഫ്രം പ്ലാറ്റ്ഫോം 7. ബൈ.